ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കർ ഇങ്ങനെ പ്രണയത്തോട് നോക്കി നിൽക്കുന്ന സമയത്ത് ഗൗരി പറയുന്നുണ്ട്, എനിക്ക് നാണം വരുന്നു. ആണോ? എൻ്റെ കിടാവിന് നാണം വരുന്നുണ്ടോ? അപ്പോൾ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ശങ്കർ പറയാണ്, ഗൗരി പറയ് ഗൗരി, നിനക്ക് എന്നെ എന്തുമാത്രം വിശ്വാസമുണ്ട്? പറയേ. എനിക്ക് ശങ്കറിന് ഒത്തിരി വിശ്വാസമാണ്. അപ്പോൾ ശങ്കർ തിരിച്ചു ചോദിക്കുകയാണ്, നീ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയാ? സത്യം പറയ്. അപ്പോൾ ഗൗരി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെയും ശങ്കറിനെയും. പ്രണയത്തോടും ബഹുമാനത്തോടും കൂടി ഗൗരി ശങ്കറിനോട് പറയാണ്, നിങ്ങളെ രണ്ടുപേരെയാ ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. അപ്പം ശങ്കർ തിരിച്ചു പറയാണ്, ഗൗരി, എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അറിയോ? ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നാണ് നിനക്ക് തോന്നുന്നേ? അപ്പം ഗൗരി തിരിച്ചു പറയാ, വടക്കുന്നാഥം കഴിഞ്ഞാൽ ശങ്കർ സ്നേഹിക്കുന്നത് എന്നെയല്ലേ? അപ്പം പ്രണയത്തോടു കൂടി ശങ്കർ പറയുന്നുണ്ട്, വടക്കുന്നാഥം കഴിഞ്ഞാലല്ല, വടക്കുന്നാഥനോളം തന്നെ എനിക്ക് നിന്നെ ഇഷ്ടം. അറിയാം, എനിക്ക് വേണ്ടി എൻ്റെ ശങ്കർ എന്തും ചെയ്യും. എൻ്റെ ശങ്കറിന് എന്നെ അത്രത്തോളം ഇഷ്ടമാണ്. അപ്പോൾ ശങ്കർ തിരിച്ചു ചോദിക്കുകയാണ്, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? നിനക്കെന്നെ എത്രത്തോളം ഇഷ്ടമാണ്? അപ്പം ഗൗരി തിരിച്ചു പറയാണ്, അതെൻ്റെ കുട്ടി ശങ്കറിന് അറിയില്ലേ? അങ്ങനെ പറഞ്ഞ് ഒഴിവാവാൻ നോക്കണ്ട, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞേ പറ്റൂ. നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? അപ്പോൾ ഗൗരി തിരിച്ചു പറയാണ്, എന്ത് വേണേലും ചെയ്യും. എന്തും? എന്തും. ശങ്കറിനെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഡയലോഗ് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ ഗൗരി പറയുന്നത്? അതിലെനിക്കൊന്നും ആലോചിക്കാനില്ല. ശങ്കർ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ ചെയ്യും. ദേ, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം കേട്ടാ, പിന്നെ മാറ്റാൻ പറ്റില്ല. ഗൗരി പറയാണ്, ഞാൻ വാക്ക് പാലിക്കും. പറഞ്ഞോ, ഞാൻ എന്താ ചെയ്യണ്ടേ? എങ്കിലേ ഞാനൊരാഗ്രഹം പറയട്ടെ പെണ്ണെ. പറഞ്ഞോ. എങ്കിലേ നീ നിൻ്റെ ചെവി ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നേ. അപ്പോൾ ശങ്കർ ചെവിയിൽ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഗൗരി ഒന്ന് ഷോക്കാവുകയാണ്. അപ്പോൾ ശങ്കർ പറയുന്നുണ്ട്, നിന്നെ എനിക്ക് ആ ഡ്രസ്സിലൊന്ന് കാണണം. ശങ്കർ, അതിപ്പോൾ ഇപ്പം എങ്ങനെയാ? അപ്പോൾ ശങ്കർ പറയാം, അതൊന്നും എനിക്കറിയണ്ട, നീ എനിക്ക് വാക്ക് തന്നതാ. എന്നാലും ഒരെന്നാലും ഇല്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ശങ്കർ പ്ലീസ്, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ, ഞാൻ കേൾക്കില്ല. ശങ്കർ. അപ്പോൾ ശങ്കർ വേഗം എഴുന്നേറ്റിട്ട് വാർഡ്രോബ് തുറന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ഡ്രസ്സ് എടുത്തിട്ട് ഒരു കവർ എടുത്തിട്ട് ഗൗരിയുടെ കൈ കൊടുക്കുകയാണ്. ഇത് പിടിക്കേ, എനിക്കിപ്പോൾ നിന്നെ അങ്ങനെ കാണണം. അപ്പോൾ ഗൗരി ഇങ്ങനെ ആകെ വിഷമത്തിൻ്റെ അവസ്ഥയിൽ ശങ്കറിനെ നോക്കുകയാണ്. ഗൗരി ആ ഡ്രസ്സ് നോക്കിയിട്ട് വിചാരിക്കുകയാണ്, ഇത് എന്ത് ഭ്രാന്താണ്. അപ്പോൾ ശങ്കർ പറയും, ആന്നേ, ഇതൊക്കെ കുട്ടി ശങ്കറിൻ്റെ ഓരോ ഭ്രാന്തായിട്ട് കണ്ടാൽ മതി കേട്ടാ, എൻ്റെ ആഗ്രഹമല്ലേ. അപ്പോൾ ഗൗരി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ ശങ്കർ പറയും, മൗനം സമ്മതാണെന്നല്ലേ. അങ്ങനെ ആ കവറും കൊണ്ട് പോയിട്ട് ഗൗരി ആ ഡ്രസ്സ് മാറ്റിയിട്ട് വരികയാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ലുക്കിലായിരുന്നു ഗൗരി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു മോഹിനിയാട്ടം കളിക്കാനുള്ള രൂപത്തിൽ. ശങ്കറാണെങ്കിൽ മതി വരുമ്പോൾ അതിങ്ങനെ കണ്ടു നിൽക്കുകയാണ്, ഗൗരിയുടെ ആ ഒരു ഡ്രസ്സിലുള്ള ആ ഒരു ലുക്ക്. ചിലങ്കയൊക്കെ അണിഞ്ഞ ആ കാലുകളോടെ ഗൗരി ശങ്കറിൻ്റെ അരികിലേക്ക് വരികയാണ് നടന്നിട്ട്. അന്തം വിട്ട് നിൽക്കുകയാണ് ശങ്കർ. അപ്പോൾ ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട്, നിന്നെ ഇങ്ങനെ കാണാൻ എന്താ രസം. ഇനി എൻ്റെ കിടാവ് എനിക്ക് വേണ്ടി ഒരു 2 സ്റ്റെപ്പ് കളിക്ക് പ്ലീസ്, ഞാൻ പാടാന്നേ. അപ്പോഴേക്കും തന്നെ BGM ആയിട്ട് നല്ല അടിപൊളി ഒരു ഭജനം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ശങ്കറിൻ്റെ പാട്ടുകൾക്കൊത്ത് ഗൗരി ചുവട് വെക്കുകയാണ്. ചെന്താർമിഴി പൂന്തേൻമിഴി കണ്ണിനും കണ്ണാമെൻ കൺമണി. അങ്ങനെ ഒരു പല്ലവി മൊത്തമാക്കിയതിന് ശേഷം ഗൗരി വന്നിട്ട് ശങ്കറിന് മുന്നിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശങ്കർ ഗൗരിയെ ചേർത്ത് പിടിക്കുകയാണ്, അത് സ്നേഹം കൊണ്ട്. എത്ര കണ്ടാലും മതി വരില്ലല്ലോ നിൻ്റെ നിലാചന്തം. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ നേരെ കാണിക്കുന്നത് ഗൗരിയുടെ വീട്ടിൽ രാവിലെ ആദർശ് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്, ബാങ്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ആദർശ് ഇങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ ആ രാവിലത്തെ തിരക്കിനിടയിൽ ഇങ്ങനെ തപ്പുകയാണ്, ടിഫിൻ ബോക്സ് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗ് നോക്കുകയാണ്. അതിനുശേഷം ദേഷ്യത്തോടു കൂടി വിളിക്കുന്നുണ്ട്, അമ്മേ ടിഫിൻ ബോക്സ് എടുത്തോ? അപ്പം ആരുടെ ഒരു അനക്കമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് വീണ്ടും വിളിക്കുകയാണ്, വേണി. അപ്പോഴേക്കും മുഖമൊക്കെ വലിച്ചു മുറുക്കിയിട്ട് വേണിമോള് ടിഫിൻ ബോക്സുമായിട്ട് വരുന്നുണ്ട്. അപ്പം ആദർശിൻ്റെ മുഖത്ത് വേണിയോട്ടുള്ള പ്രണയം നന്നായിട്ട് കാണാമായിരുന്നു. വേണി ആദർശിൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ടിഫിൻ ബോക്സ് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ഒന്നും മിണ്ടാതെ വന്നതുപോലെ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ വിഷമത്തോടു കൂടി വേണിയെ തന്നെ നോക്കുന്ന സമയത്ത് വേണി കുറച്ചുകൂടെ മുന്നോട്ട് പോയതിന് ശേഷം നമ്മളിങ്ങനെ തല ബാക്കോട്ടേക്ക് ഇട്ടിട്ട് നോക്കുമല്ലോ, ഒരു കള്ളനോട്ടം എന്നൊക്കെ പറയും പോലെ അങ്ങനെ നോക്കുകയാണ്. ആദർശാണെങ്കിൽ വേണി പോയ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വേണി കുറച്ചുകൂടി ഗൗരവത്തിൽ ചോദിക്കുന്നുണ്ട്, അതെ, നിങ്ങൾക്കിന്ന് വൈകിട്ട് കുറച്ച് നേരത്തെ വരാൻ പറ്റുമോ? അപ്പോൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ ആദർശ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വേണി വലിയ താല്പര്യമില്ലാത്ത മട്ട് പറയും, എനിക്കൊരു സിനിമയ്ക്ക് പോകാനുണ്ട്. അപ്പോൾ ആദർശം ചിരി വരികയാണ് വേണിയുടെ സംസാരം കേൾക്കുന്ന സമയത്ത്. അപ്പോൾ വേണി വീണ്ടും ദേഷ്യത്തോട് പറയും, വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ്ട് പറ്റുമോ ഇല്ലയോ, യെസ് ഓർണോ അത് പറ. അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ആദർശ് പറയാണ്, വൈകിട്ടേക്ക് ആക്കണ്ട, ഞാൻ ഉച്ചയ്ക്ക് തന്നെ വരാം. ഉച്ചയ്ക്ക് ശേഷം ലീവും എടുക്കാം, നമുക്ക് 2 പേർക്കും ഇന്ന് പുറത്ത് പോയി ചുറ്റിക്കറങ്ങിയിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വരാം. നീ റെഡിയായിരുന്നോ? ഞാൻ ഉച്ചക്കേക്ക് എത്തും. അപ്പോൾ വേണി പരിഭവത്തോടെ
എന്നൊക്കെ ആക്കിയിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ആദർശ് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി താഴെ എത്തിയ ശേഷം വേണി ആദർശിൻ്റെ ആ ഭാവവും ആ പ്രണയമൊക്കെ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പം വേണി താഴത്തെത്തിയതിന് ശേഷം ഒരു പ്രണയിച്ചിരിക്കുകയാണ്. ഗൗരി രാവിലെ ശങ്കറിനുള്ള ചായയായിട്ട് വരുന്ന സമയത്ത് മൂടി പൊതച്ച് കിടക്കുകയാണ് ശങ്കർ. അപ്പം ആഹാ ഇതെന്താ എഴുന്നേറ്റില്ലേ എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ പുതപ്പ് തലയടക്കം മൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗൗരി പോയിട്ട് വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇത്ര സമയമായിട്ട് എഴുന്നേൽക്കാത്തതിന് വയ്യായിക വല്ലതും ആയിരിക്കുമോ. അപ്പോൾ കുറേ വിളിക്കുകയാണ് ശങ്കർ എഴുന്നേറ്റിട്ട് ഞാൻ വെള്ളം എടുത്ത് തലയിൽ കൂടെ ഒഴിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും മൈൻഡില്ല. അപ്പോൾ ഗൗരി ആകെ കൂടെ വെപ്രാളത്തോടു കൂടി ചായയുടെ ഗ്ലാസ് ടീപ്പോയിന്മേൽ വെച്ചിട്ട് വന്നിട്ട് പുതപ്പ് എടുത്ത് മാറ്റി നോക്കുകയാണ്. അപ്പോഴേക്കും ഗൗരിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തലയണയും പുതപ്പൊക്കെ മടക്കി ഒരു രൂപത്തിലാക്കിയിട്ട് ശങ്കർ മൂടി വെച്ചതായിരുന്നു. ഓ എന്നെ പറ്റിക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലേ. കൊള്ളാം, പ്ലാൻ വർക്കായി. ഗൗരി ഉറക്കെ പറയാണ്. ഞാൻ പേടിച്ചു. എവിടെ ഒളിച്ചിരിക്കുന്നേ? പെട്ടെന്ന് ഇങ്ങ് വന്നോ. എന്നെ പേടിപ്പിച്ചതിന് ചെവിക്ക് പിടിച്ച് ഞാൻ കിഴക്കും. അപ്പോഴേക്കും പെട്ടെന്ന് ശങ്കർ പിന്നീന്ന് വന്ന് ഗൗരിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഗൗരി ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശങ്കർ ഗൗരിയുടെ കൈ എടുത്തിട്ട് ചെവിയിൽ വെച്ചിട്ട് പറയും, എന്നാൽ പിന്നെ എൻ്റെ പെണ്ണ് എൻ്റെ ചെവിക്ക് പിടിച്ച് കിഴിക്കിക്കോ. ഞാൻ നല്ലോണം വേദനിപ്പിക്കും. എൻ്റെ കിടാവ് വേദനിപ്പിച്ചാൽ ഈ കുട്ടി ശങ്കറിനെ വേദനിക്കില്ല. അതെൻ്റെ കിടാവിന് അറിയില്ലേ. അപ്പോൾ പിന്നെ ഗൗരി വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ചെവിയിൽ പിടിക്കുകയാണ്. എന്നൊക്കെ ആയിട്ട് ശങ്കർ വേദന കൊണ്ട് പറയും. അതിനുശേഷം ഗൗരിയെ ഓപ്പോസിറ്റൊക്കെ നിർത്തിയിട്ട് ഗൗരിയുടെ കവിളിങ്ങനെ പിച്ചെടുക്കുകയാണ് ശങ്കർ. അപ്പം ഗൗരി ചോദിക്കുന്നുണ്ട്, എൻ്റെ കവിൾ ഇഷ്ടമാണോ? നിൻ്റെ കവിള് ബലൂൺ പോലെ ഉണ്ട് കേട്ടാ. ഗൗരി നമുക്കൊന്ന് പുറത്തു പോയാലോ? ഫുള്ള് തൃശ്ശൂരൊക്കെ ചുറ്റി ഒന്ന് ചില്ലായിട്ട് വരാം. അപ്പം ഗൗരി ചോദിക്കും, ഇപ്പോഴോ? അതെ, എന്തുട്ടാ കുഴപ്പം? അപ്പം ഗൗരി പറയാണ്, ഇവിടെ എനിക്കിന്ന് ഒരുപാട് ജോലിയുണ്ട്. ശങ്കറിന് അറിയാലോ, കമലയിടത്തിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും പൂർണ്ണമായിട്ട് മെച്ചപ്പെട്ടിട്ടില്ല. ഞാനിവിടെ തന്നെ വേണം. ഏട്ടത്തിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? അപ്പം ശങ്കർ പറയുന്നുണ്ട്, എൻ്റെ ഗൗരി, നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ നിൻ്റെ സ്വന്തം കെട്ടിയവൻ്റെ കാര്യത്തിലും വേണട്ടാ. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. ശങ്കുന് എന്നോട് ദേഷ്യം വരുമോ? എങ്കിലും എനിക്ക് ആ ദേഷ്യം ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ശങ്കറിൻ്റെ കവിളിൽ ഇങ്ങനെ പിച്ചാണ്. അപ്പം ശങ്കർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മോളെ എന്നെ ഇങ്ങനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഗൗരി, നീ അടങ്ങിയിരുന്നോട്ടാ. വെറുതെ എന്തിനാ ഉള്ള സന്തോഷം കളയണേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, എനിക്ക് കുട്ടി ശങ്കറിൻ്റെ ദേഷ്യം കാണണം. അപ്പോൾ ശങ്കർ വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ ദേഷ്യമൊക്കെ നീ കുറേ കണ്ടിട്ടുള്ളതല്ലേ മോളെ? അത് മുൻപല്ലേ. ഇനി എന്നോട് ദേഷ്യപ്പെടാൻ എൻ്റെ ശങ്കുവിന് കഴിയില്ല. അപ്പോൾ ശങ്കർ ഗൗരിയുടെ കൈ വിടുവിച്ചിട്ട് പറയും, അപ്പം നീ പറഞ്ഞു വരുന്നത് എന്തുട്ടാ? ഞാൻ നിൻ്റെ അടിമയാണെന്നല്ലേ? അപ്പോൾ ഗൗരിക്ക് ചെറുതായിട്ട് ചിരി വരികയാണ് ഫസ്റ്റ്. അപ്പോൾ ശങ്കർ വീണ്ടും ദേഷ്യത്തോടു കൂടി പറയും, അങ്ങനെയല്ലേ നീ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം? അതല്ലേ നീ ഉദ്ദേശിച്ചേ? അതല്ലേടി എന്ന് പറഞ്ഞിട്ട് ശങ്കർ ചൂടാവാൻ തുടങ്ങിയപ്പോഴേക്കും ഗൗരിക്ക് ചെറുതായിട്ട് പേടിയാവാൻ തുടങ്ങുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ജീവനെ തുല്യം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ നിൻ്റെ അടിമയൊന്നുമല്ല ഏട്ടാ. മനസ്സിലായോ നിനക്ക്? അപ്പോൾ ഗൗരി ആകെ മൊത്തം പേടിച്ച് പോവുകയാണ്. ശങ്കറിനെ തന്നെ ഇങ്ങനെ പേടിയോടുകൂടി നോക്കുകയാണ്. അപ്പോൾ ശങ്കർ ദേഷ്യത്തോടു കൂടി തന്നെ പറയാണ്, നീ പറയുമ്പോൾ ഞാൻ ദേഷ്യം കാണിക്കണം അല്ലേ? ചാടിക്കളിക്കട കുട്ടിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കണ കുട്ടിക്കുറങ്ങനല്ല ഞാൻ. പിന്നെ എന്തൊക്കെ വേണം നിനക്ക്? നീ പറയുമ്പോൾ ചിരിക്കണാ? നീ പറയുമ്പോൾ കരയണാ? തുള്ളണാ? എന്താ വേണ്ടേ? അപ്പോഴേക്കും ഗൗരി ആകെ മൊത്തം അപ്സെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൗരി പറയാണ്, ശങ്കർ ഞാൻ തമാശക്കാ എന്ന് പറഞ്ഞ് ശങ്കർ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി ആകെ വരണ്ടു പോയിട്ടാണുള്ളത്. അപ്പോൾ ശങ്കർ പെട്ടെന്ന് ചിരിക്കുകയാണ്. പിന്നെ ഗൗരിയുടെ ആ ഭാവം കാണുന്ന സമയത്ത് വീണ്ടും വീണ്ടും പൊട്ടി ചിരിക്കുകയാണ് ശങ്കർ. അതിനുശേഷം ഗൗരിക്ക് നേരെ തിരിഞ്ഞു ചോദിക്കും, എൻ്റെ ആക്ടിങ് എങ്ങനെയുണ്ടടി? ഞാൻ ദേഷ്യം കാണിച്ചത് എങ്ങനെയുണ്ടടി പെണ്ണേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ ഒരു കരയാൻ വന്നൊരവസ്ഥയിലെ ഗൗരി ഉണ്ടായിരുന്നു. അപ്പോൾ ഗൗരി കുറുമ്പോടുകൂടി ഇങ്ങനെ ശങ്കറിനെ നോക്കുകയാണ്. പ്രൊഫസറുടെ മോള് നല്ലോണം പേടിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഗൗരിയുടെ കവിളിൽ പിച്ചാണ്. അപ്പോഴേക്കും ഗൗരി ശങ്കർ നെഞ്ചിലിട്ടൊരു കുത്തു കൊടുക്കുകയാണ്. പോട്ടെ മോളെ, സാരില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗൗരി കൊണ്ടുവന്ന ചായ എടുത്തിട്ട് ഗൗരിക്ക് നേരെ തന്നെ നീട്ടുകയാണ്. നീ ഈ ചായ കുടിച്ചേ, ക്ഷീണം മാറട്ടെ കേട്ടോ. എന്നിട്ട് അത് ഗൗരിക്ക് കൊടുക്കുന്ന സമയത്ത് ഗൗരി അത് കുടിക്കുകയാണ്. അപ്പം ശങ്കർ പറയുന്നുണ്ട്, ഇനി എൻ്റെ കിടാവ് അടുക്കളയിൽ പോയിട്ട് ഈ ശങ്കർ ബൈക്ക് നല്ലൊരു കിണ്ണം കാച്ചി ചായ കൊണ്ടുവന്നേ. അപ്പോൾ ഗൗരി ശങ്കറിനെ നോക്കിയിട്ട് പ്രണയത്തോടെയും സ്നേഹത്തോടെയും കൂടെ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. ആദർശ് ബാങ്കിൽ ഓരോ തിരക്ക് പിടിച്ച വർക്കുകൾ ചെയ്യുന്നതിനിടയിലാണ് ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യക്തി വന്നിട്ട് പറയുന്നത്, ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നത്, സാറിനെ മാനേജർ വിളിക്കുന്നു. ഓക്കെ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിട്ടതിന് ശേഷം മാനേജറുടെ മുറിയിലേക്ക് പോവാണ് ആദർശ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ആദർശ്, വരൂ എന്നൊക്കെ അയാളും വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശ് ആ ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാനത് ക്ലോസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സർ, ഓക്കെ ആയിരുന്നു. അപ്പോൾ അയാൾ സന്തോഷത്തോടു കൂടി പറയാണ്, ആദർശ് ഓക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അതിനുശേഷം ആദർശ് പോകാൻ പോകുമ്പോഴേക്കും അയാൾ വിളിക്കുകയാണ്, ആദർശ് പോവല്ലേ, ഒന്ന് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആദർശിനോട് അവിടെ ഇരിക്കാൻ പറയാണ്. എനിക്കൊരാളെ ഒന്ന് പരിചയപ്പെടുത്താനുണ്ട്. അപ്പോഴേക്കും അയാൾ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്, സുഷമ ആ കുട്ടിയെ ഒന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടോളൂ. അപ്പോഴേക്കും ഒരു പുതിയ പെൺകുട്ടി ആ ക്യാബിനിലേക്ക് വരികയാണ്.
ആദർശിന് തൊട്ടടുത്തുള്ള സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി മാനേജർ ആ കുട്ടിയോട് പറയാണ്. പക്ഷേ ആദർശ് ആ കുട്ടിയെ മൈൻഡ് പോലും വെക്കുന്നുണ്ടായിരുന്നില്ല. അവൾ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആദർശ് അവൾ നോക്കുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ മാനേജർ പറയാണ്, ഇത് ശിവരഞ്ജിനി, നമ്മുടെ പുതിയ ട്രെയിനി ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോഴാണ് ആദർശ് അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നത്. അവളാണെങ്കിൽ ആദർശിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, 6 മാസം ശിവരഞ്ജിനി നമ്മുടെ ട്രെയിനി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ബ്രാഞ്ചിലോ അതോ നമ്മുടെ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലോ ആയിരിക്കും പോസ്റ്റിംഗ്. ആദർശിൻ്റെ ടീമിലാണ് ഞാൻ രഞ്ജിനിയെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? അപ്പോൾ ആദർശ് ഓക്കെയാണ് സാർ എന്ന് പറയുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, രഞ്ജിനിക്ക് ഇവിടുത്തെ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ആദർശ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചെയ്യാം സാർ. അപ്പം അയാൾ രഞ്ജിനിയോടായിട്ട് പറയാണ്, രഞ്ജിനി, ഞങ്ങളുടെ ഏറ്റവും എഫിഷ്യൻ്റായ സ്റ്റാഫാണ് ആദർശ്. രഞ്ജിനിക്ക് കറക്റ്റ് ഗൈഡൻസ് തരാൻ ആദർശ് ബെസ്റ്റായിരിക്കും. ഓക്കെ സാർ, എങ്കിൽ പിന്നെ ടീം ലീഡർ ട്രെയിനി അങ്ങ് ഏറ്റെടുത്തോളൂ. അപ്പോൾ ആദർശ് രഞ്ജിനിക്ക് നേരെ തിരിഞ്ഞിട്ട് ഹായ് രഞ്ജിനി എന്ന് പറഞ്ഞിട്ട് രഞ്ജിനിക്ക് കൈ കൊടുത്തിട്ട് വെൽക്കം ചെയ്യാണ്. അവളും തിരിച്ച് ഹായ് പറഞ്ഞിട്ട് അത് സ്വീകരിക്കുകയാണ്. ഗൗരി ചാർജ് തീർന്ന് അവളുടെ മൊബൈൽ ഫോൺ മുറിയിൽ കുത്തിവെക്കാൻ വെച്ച സമയത്താണ് ആ ജോലിക്കാർ പിന്നിൽ നിന്ന് വന്നിട്ട് അത് കാണുന്നത്. അവരകത്ത് കയറിയിട്ട് ആ ഫോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പിന്നെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് പിന്നിൽ നിന്ന് ശങ്കർ ചോദിക്കുകയാണ്, എന്തുട്ടാ അവിടെ? അപ്പോൾ ശങ്കർ മുറിയിൽ വരുന്ന കണ്ടപ്പോൾ അവർ ആദ്യം ഒന്ന് പേടിച്ചു പോവാണ്. അപ്പോൾ ശങ്കർ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു പണിയും ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക അല്ലേ? ഞാൻ അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ പേടിച്ചുകൊണ്ട് പറയും, അല്ല അങ്ങനെയല്ല, ഗൗരി അടുക്കളയിൽ ഒറ്റക്ക് കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, പിന്നെ നിങ്ങളിവിടെ എന്തെടുക്കുക? അത് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശങ്കർ പറയുന്നുണ്ട്, എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ, എന്തിട്ടൊരു പരുങ്ങൽ, ഒരു കള്ളത്തരം. അയ്യോ, ഒരു കള്ളത്തരം ഇല്ല കുഞ്ഞേ, അവർ പറയാണ്. അപ്പോൾ ശങ്കർ പറയുന്നുണ്ട്, എങ്കിൽ പറഞ്ഞേ, അടുക്കളയിൽ ഒരു 100 കൂട്ടം പണിയുള്ളപ്പോൾ അതൊക്കെ എൻ്റെ ഗൗരിയുടെ തലയിലിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ കറങ്ങുന്നേ? അത് പറ. ഞാനിവിടെ തറ തൂത്ത് വൃത്തിയാക്കാൻ വന്നതാ, തറ അടിച്ച് തുടച്ച് വൃത്തിയാക്കാൻ വന്നതാ അല്ലേ? എന്നിട്ട് ചൂലും ബക്കറ്റും ഒക്കെ എവിടെ? അപ്പോൾ അവരിങ്ങനെ പതറി നിൽക്കുകയാണ്. ചോദിച്ചോ കേട്ടില്ലേ, ചൂലും വെള്ളമൊക്കെ എവിടെയെന്ന്? ചൂലും ബക്കറ്റും വെള്ളമൊക്കെ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. ഓ അത് ശരി, അപ്പോൾ അടിക്കുന്നതിനും തുടക്കുന്നതിനും മുമ്പ് ഈ തറയുടെ പെർമിഷൻ വാങ്ങിക്കാൻ വന്നതായിരിക്കും അല്ലേ? അപ്പോൾ അവരിങ്ങനെ തലതാഴ്ത്തി നിൽക്കുമ്പോൾ ശങ്കർ പറയുന്നുണ്ട്, കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ വേഗം ചൂലും വെള്ളമൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെയൊക്കെ തറയൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ നോക്ക്. വൈകിക്കണ്ട, വേഗം ആവട്ടെ അങ്ങ്. ശരി കുഞ്ഞേ എന്നും പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പോൾ അവർ പോയതിന് ശേഷം ശങ്കർ വിചാരിക്കുന്നുണ്ട്, ഒരു പണിയെടുക്കാതെ വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. ഇവരെയൊക്കെ അമ്മ എന്തിനാ ഇങ്ങനെ ജോലിക്ക് വെച്ചേക്കുന്നേ? നമ്മുടെ അമ്മ ഒന്നും കാണാതെ ഇവർക്ക് അങ്ങനെ ശമ്പളം കൊടുക്കില്ലല്ലോ. ശങ്കർ ഇങ്ങനെ സ്വയം ആലോചിക്കുകയാണ്, എന്തോ ഒരു കുരുക്കുണ്ട് എന്ന്. അപ്പോഴേക്കും ആദർശ് മറ്റുള്ള കൊളീഗ്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് ശിവരഞ്ജിനി, നമ്മുടെ കൊളീഗായിട്ട് വർക്ക് ചെയ്യാൻ വന്ന ആളാണ്. അപ്പോൾ അവരോട് എല്ലാവരോടും ശിവരഞ്ജിനി പരിചയപ്പെടുകയാണ്. അപ്പം ആദർശ് ഇങ്ങനെ ശിവരഞ്ജിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരെ പരിചയപ്പെടുന്നതിനനുസരിച്ചിട്ട് അവൾ തിരിഞ്ഞിട്ട് വീണ്ടും ആദർശിനെ നോക്കുകയാണ്. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശിവരഞ്ജൻ എന്തിനാണ് എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിനുശേഷം ആദർശിൻ്റെ ക്യാബിനിലായിട്ട് വന്ന സമയത്ത്, അതായത് അസിസ്റ്റൻ്റായിട്ട് വന്ന സമയത്ത് ആദർശ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശിവരഞ്ജിനി, ഇതാണ് ലോൺ സെക്ഷൻ, നമ്മളിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ശിവരഞ്ജനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ലോണും റിക്കവറിയും. അപ്പോൾ പെട്ടെന്ന് അവൾ പറയുന്നുണ്ട്, രഞ്ജിനിന്ന് വിളിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ആദർശ് ചോദിക്കുകയാണ്, രഞ്ജിനി ചോദിക്കുന്നോട്ടൊന്നും തോന്നരുത്, നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവൾ തിരിച്ചു ചോദിക്കുകയാണ്, ഉണ്ടോ? അല്ല, നമ്മളങ്ങനെ മുമ്പ് കണ്ടതായിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ. രഞ്ജിനിയെ മുമ്പ് കണ്ടതായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവൾ വീണ്ടും പറയാണ്, രഞ്ജിനിന്ന് മറ്റുള്ളവർ വിളിച്ചോട്ടെ, ആദർശേട്ടൻ രഞ്ജു എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ആദർശ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. അപ്പോൾ അവൾ വീണ്ടും ചോദിക്കുകയാണ്, ബോക്സിങ് പ്രാക്ടീസൊക്കെ ഇപ്പോഴും ഉണ്ടോ? പെട്ടെന്ന് ആദർശ് ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ബോക്സിങ്? അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ചോദിക്കും, എന്ത് പറ്റി? എന്തേ ഇപ്പോൾ പ്രാക്ടീസ് ഒന്നുമില്ലേ? അപ്പോൾ അത്ഭുതത്തോടു കൂടി ആദർശ് ചോദിക്കുന്നുണ്ട്, ഞാൻ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം രഞ്ജുവിന് എങ്ങനെ അറിയാം? അപ്പോൾ അവൾ ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മിമിക്രിയൊക്കെ വിട്ടോ? എടോ, തനിക്കിതൊക്കെ എങ്ങനെ അറിയാം? ഇയാൾക്ക് എന്നെ നേരത്തെ പരിചയമുണ്ടോ? നമ്മൾ തമ്മിൽ മുൻപ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവൾ പറയാണ്, അറിയാം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചേ. ഞാൻ മിമിക്രി ചെയ്യുന്നതൊന്നും അധികം ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കറിയാം, മിമിക്രി ചെയ്യുന്നറിയാം, ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നറിയാം, ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു എന്നും അറിയാം. ആദർശിന് വലിയ അത്ഭുതമാവുകയാണ്. എന്നിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ആദർശേട്ടാ, നമ്മൾ ഒരേ കോളേജിലാണ് പഠിച്ചത്. ഞാൻ ആദർശേട്ടൻ്റെ ജൂനിയർ ആയിരുന്നു. ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്ന ആദർശേട്ടനെ ഞങ്ങൾ ജൂനിയർ പെൺപിള്ളേർ അന്നേ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് അതിശയത്തോടെ തന്നെ പറയുന്നുണ്ട്, എടോ ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയല്ലോ, എനിക്ക് തൻ്റെ ഫേസ് ഓർമ്മ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പെൺപിള്ളേരെ ഒട്ടും മൈൻഡ് ചെയ്യാത്ത ഞങ്ങളുടെ കലിപ്പൻ സീനിയർ ആയിരുന്നല്ലോ ആദർശേട്ടൻ. എന്നെയൊന്നും ആദർശേട്ടൻ മൈൻഡേ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ഫേസ് ഓർമ്മ കിട്ടാനാ? അപ്പോൾ ആദർശ് പുഞ്ചിരിക്കുകയാണ്, പെണ്ണിന് പകരം ബോക്സിങ്ങിനെ പ്രണയിച്ചവൻ. ഞങ്ങൾ പെൺകുട്ടികൾക്കിടയിൽ ആദർശേട്ടൻ്റെ ഇമേജ് അതായിരുന്നു. എന്നിട്ട് രഞ്ജു പ്രണയത്തോടു കൂടി ആദർശനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതറിയാതെ സന്തോഷത്തോടു കൂടി ആദർശും. നമ്മുടെ ചാരങ്ങാടാണ് നോക്കുകയാണെങ്കിൽ രാധാമണി തങ്കച്ചി ഇങ്ങനെ ആ ജോലിക്കാരിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് അവൾ പറയാണ്, കൊച്ചമ്മയെ കിട്ടി, ഫോൺ കിട്ടി.
വീണ്ടും നിലവിളിച്ചുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് രാധാമണിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ രാധാമണി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഒന്ന് പതുക്കെ പറയടി, വിളിച്ചു കൂവി നീ എല്ലാവരെയും അറിയിക്കുമല്ലോ. സന്തോഷം കൊണ്ട കൊച്ചമ്മേ, എനിക്കെൻ്റെ കൊച്ചമ്മയുടെ അഭിമാനം രക്ഷിക്കാൻ പറ്റിയല്ലോ. അപ്പം രാധാമണി തങ്കച്ചി പറയാണ്, ആ ഫോണിങ്ങിതാ. ഇത് അവളുടെ ഫോൺ തന്നെയാണെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പാണ് കൊച്ചമ്മേ. മാഡം ഈ ഫോൺ ചാർജിന് കുത്തിയിടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഈ ഒരു ഫോൺ വെച്ചാ പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൾ ഈ രാധാമണി തങ്കച്ചിയെ വെല്ലുവിളിച്ചത്. അതിനുശേഷം ഫോൺ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്ന ടൈമിൽ അതിന് പാസ്വേഡ് ഉണ്ടായിരുന്നു. അപ്പം ജോലിക്കാരിയോട് ചോദിക്കുകയാണ്, ഈ ഫോണിൻ്റെ പാസ്വേഡ് എന്താ? അതൊന്നും എനിക്കറിയില്ല. നിനക്കറിയില്ലേ? പാസ്വേഡ് അറിയാതെ പിന്നെ ആ വീഡിയോ ഞാൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യും? അവരാകെ കൂടെ ചമ്മാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ പുതിയ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം.